ഇന്ന് മട്ടുപ്പാവിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമെല്ലാം കൃഷി ചെയ്ത് വിജയം വരിച്ച ഒരു വീട്ടമ്മയെ പരിചയപ്പെട്ടാലോ? ശ്രീമതി സുജാകുമാരി എസ്. സുജാകുമാരി പറയുന്നത് നമുക്ക് കേൾക്കാം. മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം. മേഡം ഒരു വീട്ടമ്മയാണ്. അതെ. വീട്ടുവളപ്പിലും മട്ടുപ്പാവിലും കൃഷി ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ ഈ ഒരു പരിപാടി എപ്പോഴാണ് തുടങ്ങിയത്? ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കൃഷിയോട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴ് വീട്ടില് പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. എല്ലാവരും അത് ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്യാറുണ്ട്. അതിൽ നിന്ന് നമ്മൾക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ, നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരുപാട് രോഗങ്ങളും മറ്റുമൊക്കെ അല്ലേ, അതിനാൽ ജൈവ രീതിയിൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായതും ബാലൻസ് വരുന്നത് നമ്മൾ പുറത്തു കൊടുത്ത് അതിൽ നിന്നൊരു ചെറിയ വരുമാനം കണ്ടെത്തുന്നു. ഇതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഇതിനു വേണ്ടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്, ഒരു ശാസ്ത്രീയപരമായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു കൃഷി എപ്പോഴാണ് തുടങ്ങിയത്? ഞാൻ ഏകദേശം ഒരു 20 വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യുക, അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കുക, കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾക്ക് ആധികാരികമായിട്ട് അറിയില്ലായിരുന്നു. പിന്നീട് പല കൃഷി ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ടും അങ്ങനെ ചേർന്ന് ഇപ്പം മണ്ണ് പരിപാലിക്കുക മുതൽ നമ്മളൊരു ചെടി നട്ടാൽ എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ളത് അതെല്ലാം അതാത് സമയങ്ങളിൽ ചെയ്യേണ്ടെന്നും അതിൻ്റെ ഉള്ള വളപ്രയോഗങ്ങളും എല്ലാം ചെയ്ത് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഇപ്പം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് മട്ടുപ്പാവിലാണ്. മട്ടുപ്പാവ് ചെയ്യുന്നതിന് മുമ്പ് പറയാറുണ്ടല്ലോ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്യണം, മട്ടുപ്പാവ് അതൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇപ്പം ഒരു 4 വർഷത്തോളം ഒന്ന് ഫ്ലോപ്പ് ആയിരുന്നു മട്ടുപ്പാവിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ നമുക്ക് യാതൊരു ദൂഷ്യവും ഉണ്ടായിട്ടില്ല. എത്ര ചട്ടിയുണ്ട്? എനിക്ക് ഒരു 1500ഓളം ചട്ടികളിലായിട്ട് ചെയ്യുന്നുണ്ട്. ഗ്രോ ബാഗ്സ് ആണോ ചട്ടി തന്നെ? ഗ്രോ ബാഗും ചട്ടികളും, കൂടുതലും ചട്ടികളാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് നാള് നീണ്ടു നിൽക്കും. ഇപ്പം താങ്കൾ പറഞ്ഞ എല്ലാവിധ പച്ചക്കറികളും അതുകൊണ്ട് ഓക്കെ, അത് ചട്ടിയിലല്ലായിരിക്കും, വലിയ അത് കണ്ടെയ്നറുകളിലാണ്. കണ്ടെയ്നറുകളിലാണല്ലേ? ഓക്കെ. അപ്പോൾ ഇതില് ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഏറ്റവും പ്രധാന ഒരു കാര്യം നമ്മൾ എല്ലാവരുടെ അടുത്തും ചർച്ച ചെയ്യുന്നത് തന്നെയാണ് മണ്ണ് പരിപാലിക്കുക. താങ്കൾ എങ്ങനെയാണ് ചെയ്യുന്നത്? മണ്ണ് ആദ്യമേ നമ്മൾ ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2-3 മെത്തേഡ്സുകളുണ്ട്. അതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കുമ്മായമാണ്. മണ്ണെടുക്കുക, അത് നമ്മളിപ്പം ഒരു പോട്ടിനേക്ക് ആവശ്യമായത് ഒരു ചട്ടി മണ്ണെടുക്കുകയാണെങ്കിൽ അതിൽ ഒരു പിടി കുമ്മായം അത് ഇട്ടതിന് ശേഷം അങ്ങനെ നമ്മൾ ഇട്ട് അതിനെ നമ്മൾ ഒരു പുട്ടിന്റെ നനവ് വരുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് അതിൻ്റെ മീതെ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് മൂടിയിടുക. മൂടിയിട്ട് അത് ഏകദേശം ഞാൻ ചെയ്യുന്നത് ഒരു 30 ദിവസമാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. ആ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേന് തന്നെ ആ മണ്ണിനകത്തെ pHന്റെ ലെവൽ ഏകദേശം ഒരു 6.5-7 നമ്മളുടെ കൃഷി ചെയ്യാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം ആ ഒരു pH ലെവൽ എന്ന് പറയുന്നത് 6-7 ഇടയ്ക്കായിട്ടാണ്. അത് ഏകദേശം നമ്മൾക്ക് അപ്പോൾ ഉണ്ടാകും. ആ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടുന്ന ചാണകപ്പൊടി, അത് ഡ്രൈക്കോഡർമ വെച്ച് സമ്പുഷ്ടീകരിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. അതിനുശേഷം തൈകളൊക്കെ ആണെങ്കിൽ ആദ്യം നമ്മൾ പോട്ട് ഒരു 3/4 ഭാഗം നിറയ്ക്കുക. നിറച്ചതിന് ശേഷം ഒരു 2-3 ദിവസം ആ മണ്ണിന് ഒരു ഈർപ്പം ഉള്ളതാക്കും. വെള്ളമൊഴിച്ച് 2-3 ദിവസം വെച്ചതിന് ശേഷം തൈകളാണ് നടുന്നതെങ്കിൽ ആ തൈകളെ നമ്മൾ സുഡോമോണസ് ലൈനിയിൽ ഒന്ന് മുക്കി വെക്കും. വെച്ചതിന് ശേഷം അതിൽ അല്പം വാമും കൂടെ നടുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കുഴിയെടുത്ത് അതിൽ അല്പം വാമും കൂടെ ചേർത്ത് അങ്ങനെയാണ് നടാറുള്ളത്. അപ്പം ട്രൈക്കോഡെർമയും യൂസ് ചെയ്യുന്നുണ്ട്, സുഡോമോണാസും ഉണ്ട്, വാമും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അറിവുകളൊക്കെ എങ്ങനെയാണ് താങ്കൾക്ക് കിട്ടിയത്? കൃഷിയെ എനിക്ക് അത്രമേൽ ഇഷ്ടമായതിനാൽ ഞാൻ കൂടുതൽ കാണുന്നതും എല്ലാം കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് സോഴ്സുകളുണ്ട് നമ്മൾക്ക് എന്തറിവുകൾ കിട്ടാൻ. അപ്പം അതിൽ നിന്നെല്ലാം കളക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ജൈവ കൃഷിയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിൽ നിന്നുമൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, കൃഷിയുടെ ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് നല്ല നല്ല അറിവുകൾ കിട്ടാറുണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഞാൻ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഏതൊരു കുഞ്ഞു കുട്ടിക്കാണെങ്കിൽ തന്നെയും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അത്രമേൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അനുഭവ സമ്പന്നരായ സപ്പോർട്ടാണ്. അപ്പൊ ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുവോ? അത് ആവശ്യമുള്ള അല്ല, നമ്മൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചത് ഏകദേശം ഒരു
15 ദിവസത്തോളം മതി നമ്മൾക്ക് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ നമ്മളുടെ കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. നമ്മളുടെ വീട്ടിൽ പറമ്പിലെ കരിയിലകളൊന്നും നമ്മൾ കത്തിച്ച് കളയാറില്ല. അതെല്ലാം നമ്മൾ ഒരു കമ്പോസ്റ്റ് കുഴിയുണ്ട്, അതിലിട്ടതിന് ശേഷം ചാണകവും കൂടി ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നെല്ലാം നമ്മൾക്ക് നല്ലൊരു കമ്പോസ്റ്റ് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പച്ചക്കറി താങ്കൾ പറഞ്ഞ എല്ലാം ഉണ്ടെന്ന്, ഇതൊക്കെ പച്ചക്കറിയാണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പം ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾക്ക് കുറച്ച് ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് ഓണത്തിന്റെ പച്ചക്കറി ചലഞ്ചുകൾ നടത്തും. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾക്കൊരു ഏകദേശം അവര് മത്സരത്തിനൊക്കെ ഒരു 50ഓളം ആളുകൾ കാണും. അപ്പോഴേ അവർക്ക് ഒരു കർശന നിർദ്ദേശങ്ങൾ ഉണ്ടാകും. അതായത് ഒരു 1-ാം തീയതിയാണ് നമ്മൾ അതിന്റെ എല്ലാവരും ചേർന്ന് വിത്തുകൾ പാകുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു 15 ദിവസം കഴിയുമ്പോൾ അടുത്തൊരു ഫോട്ടോ നമ്മൾ അതിനെല്ലാം ഒരു നിയമാവലികൾ കാണും. അതേ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തു വിത്തൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. വിത്തുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. എങ്കിലും ഒരു 7ഓളം പച്ചക്കറിയാണ് ഏറ്റവും കുറവ് പറയുന്നത് ഓണത്തിനേക്കായിട്ടുള്ള. അങ്ങനെ ചെയ്യുമ്പം അത് കൃത്യതയോട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതും ഷെയർ ചേർന്ന് ആളുകൾ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അങ്ങനെ ചെയ്തിട്ട് ഇപ്പം 2 ഗ്രൂപ്പിൽ ഏറ്റവും നല്ല മത്സരാർത്ഥി ഞാനായിരുന്നു. 1-ാം സ്ഥാനം കിട്ടി. എത്ര പച്ചക്കറികൾ ഉണ്ടായിരുന്നു? ഇപ്പം ഓണത്തോടനുബന്ധിച്ച് എനിക്ക് ഒന്നും വാങ്ങേണ്ടി വന്നില്ല പുറത്തുനിന്ന്. എല്ലാം വീട്ടിലുണ്ടായിരുന്നു. പയറ്, പാവല്, പടവലം, ചുര, കുമ്പളം, മത്തൻ, മുളക് പല വെറൈറ്റി, അതുപോലെ വെണ്ട പല വെറൈറ്റി, വഴുതനകൾ, അങ്ങനെ ഒന്നും തന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നില്ല. വിത്തൊക്കെ സ്വന്തം നമ്മൾ സൂക്ഷിക്കുവോ അതോ ഹൈബ്രിഡ് വിത്താണോ? ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങാറുണ്ട്. വിത്തുകൾ സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റ് ഒന്നും ചിലപ്പം കിട്ടില്ല പയറിൻ്റെയൊക്കെ. അത് ഈ നാംതാരി അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ വിത്തുകൾ വാങ്ങിയ നമ്മളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സൂക്ഷിക്കും. അത് ഏകദേശം ഒരു 2-3 വർഷത്തോളം അങ്ങനെ സൂക്ഷിപ്പ് കാലം ഉണ്ട്. പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടായി പോവും. മുള വരാനുള്ള സാധ്യത കുറവാണ്. 2-3 വർഷം വരെ വെച്ച വിത്തും നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം. അപ്പൊ ഈ പയറും പാവലും ഇതൊക്കെ നടുമ്പോൾ നമുക്ക് പന്തലും ഇടേണ്ട വരുമല്ലോ? പന്തല് ഇടണം. ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്. ഹസ്ബൻഡ് പന്തലൊക്കെ ഇട്ട് തരും. അപ്പം ഒട്ടുപാവല് പന്തലിട്ട് അതിന്റെ താഴെ നമുക്ക് കുറച്ചൊരു ഷെയ്ഡുള്ള വെജിറ്റബിൾസ് ഒക്കെ വെക്കാം. അപ്പൊ ഈ പച്ചക്കറിയൊക്കെ നടുമ്പം ആദ്യം മണ്ണ് നമ്മൾ തയ്യാറാക്കിയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്? രോഗം വരുന്നതിന് മുമ്പേ നമ്മൾ അതിനെ പരിപാലിക്കുക, രോഗം വന്നതിന് ശേഷം പരിപാലിക്കാതെ. അപ്പോഴും നമ്മൾ സമയാസമയങ്ങളിൽ ഇപ്പോൾ ഒരു 10 ദിവസങ്ങളിൽ ഇടവേളകളിൽ വേപ്പെണ്ണ, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള എനിക്ക് തോന്നിയേക്കുന്നത് മുളകുകളുടെയൊക്കെ ആണെങ്കിലും കീട നിയന്ത്രണങ്ങളൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ വീട്ടിൽ, നമ്മുടെ അടുക്കളയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, അതായത് മോര് കുളിപ്പിച്ച് അത് കുറച്ചെടുത്തിട്ട് അതിൽ നമ്മളുടെ പാൽക്കായം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അത് നല്ല ബെനിഫിറ്റ് ആണ്. എത്ര മടങ്ങ് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുക? ഞാൻ ഒരു 20 ml മറ്റോ എടുത്താൽ അതിൽ 2 ഗ്രാമോളോ മതി പാൽക്കായം. അതൊന്ന് ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. എത്ര വെള്ളം ഒഴിക്കും? പിന്നെ അത് 1 ലിറ്ററിന്. പിന്നെ ഗോമൂത്രം നല്ലൊരു കീടനാശിനിയാണ്. അത് തൊട്ടടുത്ത് തന്നെ പശുവുണ്ട്. അപ്പോൾ കളക്ട് ചെയ്ത് എന്നും പോയി എടുക്കാറില്ല, ഒരു ടിന്നിൽ സൂക്ഷിക്കും, ക്യാനിൽ അടച്ചു വെക്കും. ആവശ്യമുള്ളപ്പം അന്നേരം നമ്മുടെ ഗോമൂത്രം എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം എഫക്റ്റീവാണ് പഴക്കം ചെല്ലുന്തോറും. അത് 10 ml എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുക. പിന്നെ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സ്വന്തം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന കളകൾ, ഇപ്പം നമ്മുടെ ചട്ടികളിലും എല്ലാം ഉണ്ടാവുമല്ലോ കളകൾ. ആ കളകളെ എന്നും പറിച്ച് നമ്മൾ വെറുതെ കളയാറില്ല. അതൊരു ബാരലിൽ വെള്ളം ഒഴിച്ച് ഇടുക. ഇട്ടതിന് ശേഷം ഒരു 8-10 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ചാണകം എങ്ങനെയാണോ ഒഴുകുന്നത്, ചാണകത്തിന്റെ അതേ സ്മെല്ലിൽ ആ ഒരു കളറിൽ നമുക്ക് കിട്ടും. അതിനെ ഒരു 1/2 കിലോയോളം ശർക്കര നല്ല ഒരു എഫക്റ്റീവാണ്, പൊട്ടാസ്യം ഒക്കെ കൂടുതലായിട്ടുണ്ട്. ആ ശർക്കരയും കൂടെ അതിൽ ഡൈലൂട്ട് ചെയ്ത്, അതിപ്പം നമ്മൾ 1 ബക്കറ്റ് എടുക്കുവാണെങ്കിൽ അതിനെ ഒരു 10 ബക്കറ്റും ആക്കി നേർപ്പിച്ച് അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും. അത് വളം മാതിരി ഒഴിച്ചു കൊടുക്കും. അത് വളരെ എഫക്റ്റീവാണ്. ചെടികൾക്കൊക്കെ നല്ല ഹെൽത്ത് ആയിട്ട് വരും. മേഡം, ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാറുണ്ട്. താങ്കളുടെ ഒരു അനുഭവത്തിൽ ഇതെല്ലാം യൂസ് ചെയ്യുവോ അതോ ഏതെങ്കിലും പ്രത്യേകമായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ മോര് വെച്ചുണ്ടാക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ നമ്മുടെ വേപ്പെണ്ണയാണോ, ഏതാണ് താങ്കൾ യൂസ് ചെയ്യുന്നത്? ഞാൻ ഇത് രണ്ടും ചെയ്യാറുണ്ട്. എല്ലാം ചെയ്യാറുണ്ട്. മാറി മാറി ചെയ്യാറുണ്ട്. ഒന്ന് തന്നെയല്ല ചെയ്യുന്നത്.
അപ്പം പക്ഷെ നല്ല എഫക്റ്റീവായിട്ട് തന്നെ കീടങ്ങളെയൊക്കെ നമുക്ക് കീടങ്ങളെ മാറ്റി നിർത്താൻ നമ്മള് സാധിക്കും. വന്നിട്ട് പരിപാലിക്കാതെ വരുന്നതിന് മുമ്പേ തന്നെ ആരംഭത്തിൽ തന്നെ നമ്മൾ ചെടികൾക്ക് കീടങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഇത് ചെയ്തു പോയാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഒരു 10 ദിവസം ഇടവേളകളിൽ ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ വളം പ്രയോഗം പറഞ്ഞ ഈ പച്ചില ഇങ്ങനെ കമ്പോസ്റ്റ് മാതിരി ചെയ്ത് കൊടുക്കും. ഇതൊഴിച്ച് പിന്നെ ചെടി വളരുന്ന സമയത്ത് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? 1 മാസം അല്ലെങ്കിൽ 15 ദിവസത്തിനകം വെച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഞാൻ ഒരെണ്ണം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാറില്ല. ഇത് ഇപ്പം കൊടുത്ത് ഒരു 15-20 ദിവസം കഴിയുമ്പോഴത്തേന് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വരുന്ന പഴങ്ങളില്ലേ, പഴങ്ങളിനെ ഒരു മിക്സിയിലിട്ടൊന്ന് അടിക്കുക. അതിനെ നമ്മളുടെ സോഡാപ്പൊടി അല്ലെങ്കിൽ ഈസ്റ്റ് ഒരു 20 ഗ്രാം ഇട്ട്, ഇപ്പം ഒരു 3 കിലോ പഴം ഉണ്ടെങ്കിൽ ഒരു 20 ഗ്രാം ഈസ്റ്റും കൂടെ അതിനകത്തിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. അതിനെ ഒരു 15 ദിവസം വെച്ച് നല്ലപോലെ പുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴ് ഒരു 1/2 കിലോ ശർക്കര എടുത്ത് വെള്ളത്തിലിട്ട് അതിനെ ഒന്ന് അലിയിപ്പിച്ച് ഒരു 2-3 ദിവസം വെച്ച് ഒരു 1/2 കിലോ കടലപ്പിണ്ണാക്കും. പിന്നെ ധാന്യങ്ങൾ വളരെ നല്ലതാണ്. ആ ധാന്യങ്ങൾ 1/4 കിലോയോ ചെറുപയറോ അല്ലെങ്കിൽ എന്തെങ്കിലും പയറുകൾ അതിനെയും കൂടെ ഒന്ന് മുളപ്പിച്ചോ ഒന്ന് അരച്ച് ചേർത്ത ചെടികൾക്ക് നല്ല എഫക്റ്റീവാണ്, നല്ല ഗ്രോത്താണ്, നല്ല ഫലങ്ങൾ കൂടുതൽ. ഇല്ല, രാസവളങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ടെന്ന ആവശ്യമേ ഇല്ല. ഈ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ഏതൊക്കെയുണ്ട് താങ്കളുടെ കയ്യിൽ? മാവ് ഒരു 8 വെറൈറ്റിയോളം ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പ്ലാവ് വെച്ചിട്ടുണ്ട്, ഇപ്പം കായ്ച്ചു തുടങ്ങുന്നുണ്ട്. പേര ഒരു 4 വെറൈറ്റി ഉണ്ട്. ഇതിനെല്ലാം കായ് വരുന്നുണ്ടോ? എല്ലാത്തിനും കായുണ്ട്. കണ്ടെയ്നറിൽ വെക്കുമ്പം ഒരു കുള്ളൻ മരമായിട്ട് തന്നെയല്ലേ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് ഒക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് വിടും. പ്രൂൺ ചെയ്ത് വിട്ടതിന് ശേഷം നന്നായിട്ട് ഫലങ്ങൾ കിട്ടുന്നുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല നമ്പേഴ്സിൽ കിട്ടുമോ അതോ 1, 2, 3 അങ്ങനെ? നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത്. താങ്കൾ സൂചിപ്പിച്ചായിരുന്നു കൂൺ കൃഷിയും ചെയ്യുന്നുണ്ടെന്നല്ലേ? ഇതെപ്പോഴാണ് തുടങ്ങിയത്? വീട്ടാവശ്യത്തിനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നേരത്തെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പിന്നെ കൂൺഗ്രാമം പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ബ്ലോക്കിലൊരു പരിപാടി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു ദിവസത്തെ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ലാർജ് സ്കെയിൽ മഷ്റൂം യൂണിറ്റ് ഒരെണ്ണം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയുള്ള റൂമൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഷെഡ് ചെയ്തിട്ടുണ്ട്. ബാഗ്സിലാണോ ചെയ്യുന്നത്? ബാഗിലാണ്. എത്ര ബാഗ് ഉണ്ട് ഇപ്പം? ഒരു 500ഓളം ബെഡ് ചെയ്യുന്നുണ്ട്. 500 എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉൽപാദനം ഉണ്ടല്ലോ. ശരാശരി ഒരു ദിവസം എത്ര മഷ്റൂം വരുമായിരിക്കും? അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് ഇപ്പം ഇന്നൊരു 10 കിലോ കിട്ടിയാൽ അത് നാളെ 10 കിലോ കിട്ടണമെന്നില്ല. പക്ഷേ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾക്ക് കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഉള്ളത് കൊണ്ടും നമ്മളുടെ 1-2 കടകളിലും ഒക്കെ സപ്ലൈ ഉണ്ട്. അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ സൂക്ഷിപ്പ് കാലാവധി ഒത്തിരി കുറവാണല്ലോ. നമുക്ക് വിറ്റ് പോയില്ലെങ്കിൽ നമുക്കത് നമ്മളുടെ ചിപ്പിക്കൂണാണ് ഞാൻ ചെയ്യുന്നത്. HU എന്ന് ഉള്ള ഇനത്തിലുള്ളത്. അത് ഇന്ന് ആവുന്നത് ഇന്ന് തന്നെ വിളവെടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതേസമയം പാൽക്കൂണാണെങ്കിൽ അതിന്റെ ഒരു ലൈഫ് ഒരു 3-4 ദിവസത്തേന് ഉണ്ട്. പാൽക്കൂൺ ട്രൈ ചെയ്തില്ലേ? പാൽക്കൂൺ ട്രൈ ചെയ്തു, അതത്ര ഒരു സക്സസ് ആയില്ല. അതിനൊരു ചെറിയ കേസിംഗ് ടെക്നിക് ഒക്കെ ഉണ്ടല്ലോ. കേസിംഗ് ഉണ്ട്. കേസിംഗിൽ വന്ന ഒരു പോരായ്മയാണെന്ന് തോന്നുന്നു. ഇനി ഒരു ട്രെയിനിങ് എവിടെന്നെങ്കിലും കിട്ടിയാൽ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം അടുത്ത തവണ നമ്മള് ഒരു തുടക്കക്കാരിയല്ലേ, അപ്പോഴ് നമ്മൾ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യുന്നതല്ല ഒരിത്. നമ്മൾ ചെയ്ത് പരിശീലിക്കുക. നമ്മളുടെ പല അനുഭവ സമ്പത്തുകളുണ്ടല്ലോ, അതിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. കറക്റ്റ്. അപ്പോൾ ഈ 500 ബാഗ് ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം വിപണി ഇപ്പോൾ ഉണ്ട്, ചിലപ്പം പ്രതിസന്ധി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ ഒരു നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലോട്ട് മാറ്റാനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടോ? മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മളുടെ ഇതുകൊണ്ട് നമ്മൾക്ക് വിജയിക്കൂ. അതിന് നമ്മളുടെ കൃഷി വകുപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാം ഒരു വിപണന സാധ്യതയാണ് നമ്മൾക്ക് പ്രതിസന്ധി. അന്നേരം അവർ ഒരു വിപണിയും കൂടെ കണ്ടെത്തി ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ഒരു 12ഓളം യൂണിറ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. ആ യൂണിറ്റുകളിലെല്ലാം തന്നെ ഇതൊരു പ്രതിസന്ധിയാണ്. അന്നേരം നമ്മൾക്ക് ഒരു പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിലെടുത്ത് ഒരാളൊന്ന് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിയാത്തത് അത് മറ്റൊരു ായിട്ട് കൊണ്ട് ചെന്ന് നമ്മൾക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അല്ല, സ്വന്തം നിലയിൽ എന്തെങ്കിലും നമുക്ക് സ്വന്തം നിലയിൽ ഞാൻ ഇപ്പം ഇനിയൊരു ചെറിയൊരു പ്രോഡക്റ്റ് എന്ന നിലയിൽ അന്നേരം അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് വേണം. അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ലീഗൽ മെട്രോളജിയുടെ വേണം. ലീഗൽ മെട്രോളജിയുടെ ഒരാഴ്ചക്ക് മുമ്പേ നമുക്ക് അത് അനുവദിച്ച് കിട്ടി. അന്നേരം നമ്മളുടെ ഒരു വീട്ടിൽ ചെറിയൊരു സംരംഭം എന്ന നിലയിൽ അത് ഒരു ഡ്രയർ വെച്ച് പൊടിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ പ്രോട്ടീൻ പൗഡേഴ്സ് രൂപത്തിൽ ഇറക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഇപ്പൊ താങ്കൾ ഇപ്പം പറഞ്ഞ മാതിരി തന്നെ എല്ലാം നമ്മൾ അനുഭവത്തിൽ
നിന്നാണ് പഠിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ തോന്നും ഇത് പറ്റുമോ ഇല്ലയോ, അങ്ങനത്തെ എപ്പോഴും ഒരു സംശയം മനസ്സിൽ മിക്ക ആൾക്കാർക്കും വരാറുണ്ട്. ഈ മട്ടുപ്പാവ് കൃഷി അല്ലെങ്കിൽ വീട്ടുവളപ്പിലെ കൃഷി, സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചാൽ അത് ബെനിഫിറ്റുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു മെസ്സേജായിട്ട് താങ്കൾ എന്തോ പറയാനാണ് ഉദ്ദേശിക്കുന്നത്? ഇത് എല്ലാവരെ കൊണ്ടും പറ്റും അല്ലേ? എല്ലാ വീട്ടമ്മമാരെ കൊണ്ടും പറ്റും. നമ്മൾ ആദ്യമേ കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട. ഒരു 5 ഗ്രോ ബാഗ് നിറച്ച് അതിൽ 2 മൂട് പച്ചമുളകോ 2 മൂട് വെണ്ടയോ 1 തക്കാളിയോ ഒക്കെ വെച്ച് അതിനെ ഒന്ന് നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എടുത്ത് നമ്മൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്ത് നമ്മൾ കഴിക്കുന്നതും നമ്മളുടെ കൈകൊണ്ട് നമ്മൾ ജൈവരീതിയിൽ ചെയ്ത് ഉണ്ടാക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ടേസ്റ്റിൽ പോലും. പിന്നെ നമ്മൾ ഇത്രയും മാരകമായിട്ടുള്ള രോഗങ്ങൾ അത് രാസവള പ്രയോഗത്തിലൂടെ തന്നെയാണ് ഉണ്ടാകുന്നത്. അന്നേരം അതിൽ നിന്നെല്ലാം നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാം. ഒരു വ്യായാമമാണ്, മനസ്സിനൊരു സന്തോഷവും കിട്ടും, എല്ലാ രീതിയിലും ഒരു നല്ല കാര്യം തന്നെ. അപ്പം മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവെച്ച് എനിക്ക് തോന്നുന്നു കേൾക്കുന്നവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണും. വളരെ നന്ദി. താങ്ക് യു.